നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം, പ്രിസൈസ്ലി പറഞ്ഞാൽ 3215 ദിവസങ്ങൾക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നിരിക്കുകയാണ്. എൻ്റെ ഒന്നാമത്തെ കാര്യം, ഇത് എടുത്ത് കാണേണ്ടത് നിങ്ങൾ, ഈ വിധി വന്നിരിക്കുന്നത് പ്രിൻസിപ്പൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് കോർട്ട് എറണാകുളം. അപ്പോൾ ഇനി ഇതിന് അപ്പീൽ പോകാൻ പറ്റും എന്താണെന്നുണ്ടെങ്കിലും. ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോടതിയുണ്ട്. സോ ഡെഫിനറ്റ്ലി പ്രോസിക്യൂഷൻ അപ്പീലിന് പോകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദിലീപിൻ്റെത് ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസമായിട്ട് മാത്രം കണ്ടാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് പറയേണ്ടി വരും. ഇനി ഈ വിധിക്ക് മുകളിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹാപ്പനിങ്സ് ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ എന്താണെങ്കിലും ദിലീപിനെ വെറുതെ വിട്ടു. കോൺസ്പിറസി, ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര പാടുള്ള കാര്യമാണ് ഈ ഗൂഢാലോചന തെളിയിക്കുക എന്നുള്ളത്. അതും ഈ കേസിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഇത്രയും ദിവസം വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത്, സംവെയർ ഐ ഫെൽറ്റ് എ ഡിഫറെൻറ്റ് നറേറ്റീവ് സ്റ്റാർട്ടഡ്. മീഡിയാസൊക്കെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് ദിലീപിനെതിരെ, വിക്ടമിന് കൂടെ, ഇരയായ സ്ത്രീക്കൊപ്പം ദിലീപിനെതിരെ എന്നുള്ളൊരു നറേറ്റീവ് പോകുമ്പോഴും അതിനുള്ളിലൂടെ അവർ കടത്താൻ ശ്രമിച്ചത് വേറൊരു നറേറ്റീവ് അല്ലേ എന്നുള്ളൊരു സംശയം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാതിരുന്നത്. ഇന്ന് ദിലീപ് കുറ്റവിമുക്തനായി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഒരു നറേറ്റീവ്, ഒരു വേറെ ഡിഫറെൻറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ലൈനിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ പൾസർ സുനി കുറ്റക്കാരൻ, ഒന്നാം പ്രതി. 6 പ്രതികൾ കുറ്റക്കാർ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. 2017 മുതൽ ഈ കേസിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ, പല രീതിയിലുള്ള ഹാപ്പനിങ്സ് ഉണ്ടായിട്ടുണ്ട്. 261 സാക്ഷികൾ ഈ കേസിലുണ്ടായിരുന്നു. അതിൽ തന്നെ സാക്ഷി വിസ്താരം നടന്നത് 438 ദിവസമാണ്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകളാണ്. തൊണ്ടി മുതലായിട്ട് 142 എണ്ണങ്ങളുണ്ട്. മൊഴി മാറ്റിയവരിൽ 28 പേര് മൊഴി മാറ്റിയവരായിട്ടുണ്ട്. പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാറിയതും അങ്ങനെ കുറേ അധികം, പിന്നെ മരണം അടക്കം പല കാര്യങ്ങളും ഇതിനകത്ത് കോൺസ്പിറസീസ് വേറെ ഉണ്ട്. ബിക്കോസ് ഇതിനകത്തേക്ക് പെട്ടെന്നൊരു ദിവസം കടന്നു വന്ന മറ്റേ ഇയാൾ ഡയറക്ടറിൽ നിന്നും നമുക്ക് ബാലചന്ദ്രകുമാറിൽ നിന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അയാളൊക്കെ വന്നിരുന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് ഈ വിഷയത്തിൽ എന്താണെങ്കിലും നടന്നിട്ടുണ്ട്. 24/7 ചാനലുകളുടെ ഒരു ഓഡിറ്റിംഗ് ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. ആൻഡ് ദിലീപ് തന്നെ 82 ദിവസം അകത്ത് കിടന്നിട്ടുണ്ട്. സോ അങ്ങനെ പോവുകയാണ് ഈ ഒരു കേസ്. ഇതിൻ്റെ ഫ്രീക്വൻസി ഈസ് വെരി വെരി ബിഗ്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ നിങ്ങളോടൊരു ഇത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയവും എനിക്ക് തോന്നൽ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയെന്നുള്ളതും കൂടി നിങ്ങൾ പറഞ്ഞു തരണം. ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാരിപ്പോൾ ഈ വിധി ശരിയല്ല, ഈ വേർഡിക്റ്റ് മോശമാണ്, ഈ വേർഡിക്റ്റ് അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഈ വേർഡിക്റ്റിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്, ഇപ്പോൾ പാർവതി തിരുവോത്ത് അടക്കമുള്ള ആളുകൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ഇനി അത് പോസ്റ്റ് ചെയ്യും. ഒരു ചോദ്യം, ഇത് ഈ വേർഡിക്റ്റ് എന്താ വന്നേ? 1 മുതൽ 6 വരെ ഉള്ള ആളുകൾ പ്രതികളാണ്. ദിലീപ് 8ാം പ്രതിയായില്ല. ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളത് കൊണ്ട് ഈ കേസിൻ്റെ വിധി പ്രസ്താവന നല്ല മെറിറ്റിലല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപ് കുറ്റവാളിയല്ല എന്നുള്ള വിധി വന്നു. ആ ഒരൊറ്റ വിധിയുടെ 8ാം പ്രതിയായ ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളത് കൊണ്ട് ഈ വിധി ഒരു മോശം വിധിയായിട്ട് കാണാൻ പറ്റും. ബിക്കോസ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ്. മനസ്സിലായോ? 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റം ചെയ്തിട്ടുണ്ട്, അവർ കുറ്റക്കാരാണ്. അപ്പോൾ ഇരയ്ക്ക് നീതി നിഷേധിച്ചോ, നീതി ലഭിച്ചോ? ഒരു ചോദ്യം, എൻ്റെ മനസ്സിലുള്ള ഡൗട്ട്. ഈ ഡൗട്ട് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. വെറുതെ ഇരുന്ന പൾസർ സുനിക്ക് എന്തോ ഒരു ബോധോദയത്തിൽ തോന്നി, ഇന്നാ പോയിട്ട് ഈ നടിയാണ്ട് ആക്രമിച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങോട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എന്തോ ഒരു ബോധോദയത്തിൻ്റെ മുകളിൽ പോയി ചെയ്തതാണ്. അപ്പോൾ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ എന്തിനു വേണ്ടി ഈ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി കോടതിയിൽ നിന്ന് കിട്ടുക. വിധി പ്രസ്താവം പുറത്ത് വരുന്ന സമയത്ത്, ഇന്നോ നാളെയോ കംപ്ലീറ്റ്ലി വരുന്ന സമയത്ത് അതിനകത്ത് ഡീറ്റെയിലിംഗ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അവിടെയാണ് ഞാൻ ആലോചിക്കുന്നത്, വെറുതെ ഇരുന്ന് പൾസർ സുനിയും ഗ്യാങ്ങും അവിടെ പോയിട്ട് അപ്പം അതിൻ്റെ മോട്ടീവ് എന്താ? മനസ്സിലായി? അപ്പം അതിൻ്റെ മോട്ടീവ് എന്താ? ആ മോട്ടീവ് ആര് പറഞ്ഞിട്ടാ? ഇഫ് നോട്ട് ദിലീപ്,
ദിലീപിൻ്റെ കോൺസ്പിറസി തെളിയിക്കാൻ പറ്റിയില്ല, ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല, ദിലീപിനെ വെറുതെ വിട്ടു എന്നുണ്ടെങ്കിൽ ദിലീപിൻ്റെ തെളിയിക്കാൻ പറ്റാത്തത് പ്രൂഫ്സ് ഇല്ല. പിന്നെ ഇത് ആര് ചെയ്തു, ആര് ചെയ്യിച്ചു, എന്തിനു വേണ്ടി ചെയ്തു, പൾസർ സുനി ചെയ്തതാണ്, ഇതിന് മോട്ടീവ് എന്താ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഒരു വിധിയുടെ മെറിറ്റ് അതെന്താ ഇങ്ങനെ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ നറേറ്റീവിൻ്റെ കാര്യം പറയാം. ഇന്ന് ദിലീപ് കോടതിയിൽ നിന്ന് വിധി പ്രസ്താവം കേട്ട് പുറത്തിറങ്ങിയ സമയത്ത് ആദ്യം പറയുന്നത് മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് തുടങ്ങുന്നത്. മുൻ ഭാര്യയെ ഉന്നം വെച്ച് ദിലീപ് മഞ്ജു പറഞ്ഞിടത്ത് നിന്ന് ഗൂഢാലോചന തുടങ്ങി. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്യാതിരിക്കുന്നത് പ്രൈം റീസൺ ഇതാണ്. കാരണം പല സ്ഥലങ്ങളിലും മഞ്ജു വാര്യർ കൊടുത്ത മൊഴി, ഇരയായ ആ ലേഡി കൊടുത്ത മൊഴി, അവിടെ പ്രോസിക്യൂഷൻ ബാധിക്കുന്ന കാര്യങ്ങൾ ഇന്നത് എന്നൊക്കെ പറഞ്ഞതിലൊരു ഹിഡൻ നറേറ്റീവ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരയായ സ്ത്രീ മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ആ പേഴ്സണൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ തകരാറാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു വച്ചത് കൊണ്ട്, അത് മഞ്ജു വാര്യർ അറിഞ്ഞത് കൊണ്ട്, അത് ദിലീപ് അറിഞ്ഞത് കൊണ്ട് ഇരയായ സ്ത്രീയോടുള്ള മുൻവൈരാഗ്യം, ദേഷ്യം വെച്ച് ചെയ്യിച്ച പരിപാടി, അതിൻ്റെ ഗൂഢാലോചന. ഓക്കെ, ഇതിലേക്ക് എത്തുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ, ഇത് ഇര കൊടുത്ത മൊഴി, ഇത് മഞ്ജു വാര്യർ കൊടുത്ത മൊഴി എന്ന് പറഞ്ഞ് പല രീതിയിൽ പല ടൈമിലായിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈവൻ ഞാൻ നോക്കുമ്പോൾ ഇരയായ ഈ ലേഡിക്ക് വേണ്ടി അപ്പിയർ ചെയ്ത അവരുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ലേഡി അടക്കം വന്നിരുന്ന് കുറേ ബ്ലണ്ടേഴ്സ് വിളിച്ചു പറയുന്നതാണ് ഞാൻ കണ്ടത്. അതിലൊരു ബ്ലണ്ടർ ഞാനിവിടെ വെച്ച് തരാം നിങ്ങൾക്ക്. ആ സ്ത്രീനെ ഇപ്പൊ ദിലീപ് റേപ്പ് ചെയ്താൽ പോലും ഇത്രയും പ്രശ്നം അവർക്ക് ഉണ്ടാവില്ല. അവരെക്കാൾ വളരെ യാതൊരു ബന്ധമില്ലാത്തൊരാള്. ഇവരെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അറിയില്ല സീരിയസ്ലി. ദിലീപ് ആണെങ്കിൽ പോലും പ്രശ്നമില്ല എന്നുള്ളത്. ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് എ റേപ്പ്. അല്ലാതെ അത് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തയും പൾസർ സുനി ചെയ്യുമ്പോൾ അതെന്തോ വലിയ സംഭവം. ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കൊരു ഐഡിയ ഇല്ല. കുറച്ച് ദിവസമായിട്ട് ഇവരുടെ കുറേ ഇൻ്റർവ്യൂസ് ഇവിടെ കറങ്ങുന്നുണ്ട്. ഓക്കെ, എഗെയിൻ ബാക്ക് ടു ദിസ് നറേറ്റീവ്. ഓക്കെ, ഈ നറേറ്റീവ് പൊങ്ങി വന്നതും അല്ലെങ്കിൽ ഇപ്പോൾ സർക്കുലേറ്റ് ആവുന്ന ഒരു നറേറ്റീവ്, എനിക്ക് തോന്നുന്നത് എവിടെയോ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ ഈ കേസിൽ എൻ്റെതായ രീതിയിലുള്ള ഒരു സംഗതി പുറത്ത് വിടാം ഏതെങ്കിലും ഒരു ടൈമിൽ എന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ നടി ആക്രമിക്കപ്പെട്ട ഈ ഒരു കേസിൽ. അത് ഞാൻ പറയേണ്ട റീസൺ ഞാൻ ഇനി പറഞ്ഞുതരാം. ഞാൻ അവിടെ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഇത് പൾസർ സുനീൻ്റെ ഓഡിയോ ആണ്. അതറിയാതെ എടുത്താന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് റിപ്പോർട്ടർ ചാനലിൽ ഈ പൾസർ സുനി കൊടുത്ത ഒരു ഹിഡൻ ക്യാമറ ഐറ്റം ഉണ്ടായിരുന്നു. ഞാനും ജിത്തുവായി ഒന്നത് റിയാക്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഹിഡൻ ക്യാമറ പോലെ എടുത്തൊരു നാടകമാണ്, അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളത്. അപ്പം അത് പൾസർ സുനി തന്നെ പറയുന്നതാണ് കൗണ്ടർ. അതങ്ങനെ എടുത്തതാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ അതൊരു നാടകമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് തന്നെയാണ് പൾസർ സുനി അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇനി ഇതല്ലാതെ ഇനി കുറച്ച് വോയിസോ സ്ക്രീൻഷോട്ടൊക്കെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വെക്കാം വേറൊരു കണ്ടൻറ്റിനകത്ത് ഇതേപോലെ ഈ ടോപ്പിക്കിൽ സംസാരിക്കുമ്പോൾ. ബിക്കോസ് അത് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻറ്റ് സാധനങ്ങളാണ്. അതായത് ഈ പൾസർ സുനിക്ക് കുറച്ച് കാര്യങ്ങൾ പുറത്ത് പറയണം. ഇയാൾ ഇറങ്ങിയ ടൈമിൽ ഇയാൾക്ക് കുറച്ച് മീഡിയയിൽ കുറച്ച് കാര്യങ്ങൾ പറയണം. ഇപ്പോൾ റിപ്പോർട്ടറിൽ പറഞ്ഞ പോലെ അല്ലാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് വൺ ഓഫ് മൈ ഫ്രണ്ട് ത്രൂ ഒരു അപ്രോച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ എന്താ പറയുക, അതിൻ്റെ ഒരു ചെറിയൊരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് ഞാൻ പെട്ടിരുന്നില്ല. ആ ടൈം മുതൽ അതിൻ്റെ ഡൗട്ടുകൾ എനിക്ക് തോന്നി തുടങ്ങി. ഒരു നറേറ്റീവ് ചേഞ്ച് ഇതിൽ വരുന്നുണ്ടോ? ഇതിലെവിടെയെങ്കിലും എന്തോ ഒരു കഥ മാറിയോ? ഈ കഥ എന്താ പറ്റിയെന്നുള്ളൊരു ഡൗട്ട് വന്നത് മുതലാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിന് അടിയിൽ എന്നെ പലപ്പോഴും കമൻറ്റ് വരാറുണ്ട്, ദിലീപ് കേസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല. എൻ്റെ ഡൗട്ട് കൂടിയത് ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ എന്നിലേക്കൊരു അപ്രോച്ച് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി, somewhere some kind of manipulations, somewhere some kind of new narrations are started.
ഓക്കെ, ഇതാര് സ്റ്റാർട്ട് ചെയ്തു ഈ നറേറ്റീവ്, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനൊരു ടൈം ലൈൻ ഇതിനകത്ത് ആര് കൊണ്ടുവന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഒന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കേസിൽ ഇന്നേ വരെ സംസാരിക്കാത്ത വേറൊരു നറേറ്റീവ് ആയിരിക്കും. ഇത്ര കാലം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിൻ്റെ കോൺസ്പിറസിക്ക് പിന്നിലെങ്കിൽ, അങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വിധിയോടുകൂടി ദിലീപ് അതൊന്ന് മാറി. ഇനി ദിലീപിനെതിരെ ആരൊക്കെ കോൺസ്പിറസി നടത്തി, ദിലീപിനെതിരെ ആരൊക്കെ ഗൂഢാലോചന നടത്തി, ദിലീപിനെതിരെയുള്ള ഒരു ഗൂഢാലോചനയായിരുന്നോ എന്നുള്ളതിൻ്റെ കോൺസ്പിറസി അല്ലെങ്കിൽ അതിൻ്റെ നറേറ്റീവ് ആയിരിക്കും ഇനി കേരളം കേൾക്കാനും കാണാനും പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് മഞ്ജു വാര്യരുടെ പേരടക്കം എടുത്തു പറഞ്ഞ് ദിലീപ് പുറത്തു വന്നപ്പോൾ പത്രമാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ. ഇനി എന്താണ് ദിലീപ് പുറത്തു വന്നപ്പോൾ പറഞ്ഞെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സർവശക്തനായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയണു. സത്യം ജയിച്ചു. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഈ കേസില് ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന മഞ്ജു പറഞ്ഞാണ് ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരൻ ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ കള്ളക്കഥ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് കോടതിയിൽ ഈ പോലീസ് സംഘം ഉണ്ടാക്കിയ കള്ളക്കഥ തകരുകയാണ് ചെയ്തത്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. മഞ്ജു വാര്യർ ഇതിൻ്റെ പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് മുതൽ തുടങ്ങിയ ഗൂഢാലോചനയാണ് എനിക്കെതിരെ ഒരു കൂട്ടം പോലീസ് ഓഫീസേഴ്സ്, മീഡിയാസ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള എൻ്റെ കരിയർ നശിപ്പിക്കാൻ, എൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ ഗൂഢാലോചന. അതിനൊരു ലേഡി ഓഫീസർ ആണ് ഫസ്റ്റ് നേതൃത്വം നൽകിയത്. ആ ലേഡി ഓഫീസർ വെച്ച ബാക്കി ഓഫീസേഴ്സും പോലീസുകാരും ചേർന്നിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചന, ഇവർക്ക് കൂട്ടുനിന്ന മീഡിയ സിൻഡിക്കേറ്റ്. ഇതാണ് ഫസ്റ്റ് പ്രതികരണം ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയില്ല. ഓക്കെ, പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ദിലീപിനെ വെറുതെ വിട്ടത്. 4-ാം പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ ബിലീവബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസും പ്രോസിക്യൂഷന്റെ കയ്യിലില്ല. ഇത് സിനിമാ ലോബി, യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞാൽ സിനിമാ ലോബിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപിനെതിരെ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് എക്സ് വൈഫാണ്, മഞ്ജു വാര്യരാണ് ആദ്യം പറയുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട്. അതിനുശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ്, ഈ സംഭവത്തിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടാണ് ദിലീപിനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിന് മഞ്ജു വാര്യർ കൊടുക്കുന്നത്. അതിനുശേഷമാണ് വിക്ടിം കൊടുക്കുന്നത്. അതിൽ തന്നെ വ്യക്തമാണല്ലോ. മഞ്ജു വാര്യർ എഗെയിൻ തിങ്സ് ആർ ഗോയിങ് ടു ദാറ്റ് ഡേ. ആ ഒരു ദിവസം സിനിമാ ലോകം ഒന്നിച്ച് ഇരക്കി നീതി ലഭിക്കാൻ വേണ്ടി അന്ന് കൂടിയ ആ കൂട്ടം, അന്ന് മഞ്ജു വാര്യർ പറഞ്ഞു തുടങ്ങിയത്, അങ്ങോട്ടാണ് പോകുന്നത് കാര്യങ്ങൾ മൊത്തം. ദിസ് ഈസ് വാട്ട് ഐ കോൾ ഇറ്റ്സ് എ ന്യൂ നറേറ്റീവ് ഇൻ ദിസ് കേസ്. മനസ്സിലായോ? ഇനി നിങ്ങൾ മലയാളികൾ, നമ്മൾ മലയാളികൾ കേൾക്കാൻ പോകുന്നത്, നിങ്ങൾ മലയാളികൾ, നമ്മളൊക്കെ മലയാളികൾ കേൾക്കാൻ പോകുന്നത് ഈ നറേറ്റീവ് ആയിരിക്കും. ഓക്കെ, എന്തിന് മഞ്ജു ആദ്യം അങ്ങനെ പറഞ്ഞു, അതിനുശേഷം ഇര പറഞ്ഞു, അതിനുശേഷം പ്രതിയായ വ്യക്തി പറയുന്നു. സോ വാട്ട് ഈസ് ദ കോൺസ്പിറസി ബിഹൈൻഡ് ദിസ് എന്നുള്ളൊരു ചോദ്യം ദിലീപ് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ദാ വക്കീൽ പറയുന്നു,
ഇനി ഈ നറേറ്റീവിലേക്ക് ആഡ് ചെയ്യാൻ ഇനിയും ആളുകളുടെ കുറച്ചും കൂടി സാധനങ്ങൾ ഞാൻ വെച്ച് തരാം. ആദ്യം മഞ്ജു വാര്യർ പറഞ്ഞ ആ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഒരുപാട് സങ്കടത്തോടെയും അതിലേറെ രോഷത്തോടെയുമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഇതൊരു വാക്കുകളിൽ കൂടി പറയാൻ പറ്റുന്നൊരു വികാരമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് ഈ ഒരു അനുഭവം വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഞങ്ങൾ ആ കുട്ടിയെ പോയി കണ്ടു. ആ കുട്ടി ഈ സാഹചര്യത്തെ നേരിട്ട ആ ഒരു സമചിത്തതയെയും ഒരു മനോധൈര്യത്തെയും കണ്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടു. അതിൽ എനിക്ക് അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഏറ്റവും അഭിമാനമുണ്ട്. ഈ ഒരു സാഹചര്യം ഇന്നൊരു അറിയപ്പെടുന്ന വ്യക്തിക്ക് മാത്രമല്ല, ഏതൊരു പെൺകുട്ടിക്കും ഈ ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നതാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. അത് മാത്രമല്ല, ഒരു സ്ത്രീക്ക് വീടിന് അകത്തും പുറത്തും അവൾ പുരുഷന് നൽകുന്ന ബഹുമാനം അതേ അളവിൽ തിരിച്ചു കിട്ടാനുള്ള അർഹത ഒരു സ്ത്രീക്കുണ്ട്. ആ ഒരു സന്ദേശമാണ് ഞാനിവിടെ എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മുടെ സമൂഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ കേട്ടല്ലോ, ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ഒരു സ്ത്രീക്ക് വീടിനകത്തും പോലും പുറത്തും ഒരുപോലുള്ള റെസ്പെക്റ്റ് കിട്ടണം. അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഇങ്ങോട്ടും കിട്ടണം. സ്ട്രോങ് വേർഡ്സാണ്. ഇതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദിലീപിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് അറസ്റ്റ് ഉണ്ടാവുന്നു. ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള സംഗതി, കോൺസ്പിറസി അവിടെ തുടങ്ങുന്നു. ഫസ്റ്റ് ഈ സംഗതി പറഞ്ഞത് തന്നെ ആദ്യത്തെ കുറച്ച് ദിവസമൊന്നും ഈ ക്രിമിനൽ ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഒരു സംഗതി ഒന്നും അങ്ങനെ ആരും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ല. ആഫ്റ്റർ ദിസ് മഞ്ജൂസ് തിങ് ഈ സംഗതി ഭയങ്കരമായിട്ട് ഡിസ്കഷൻ ചെയ്യാൻ തുടങ്ങി. അത് ഡിസ്കസ് ചെയ്യാനുള്ള വേറൊരു ഫാക്ടർ എന്താ വെച്ചെങ്കിൽ, മഞ്ജു സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ദിലീപ് സംസാരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കണം. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കണം. ഇത് സിനിമയെ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഇത്രയും കൂട്ടായ്മയുണ്ടായി. പക്ഷേ ഇത് നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമായി നമ്മൾ എടുത്ത് അതിൻ്റെ ഇനി നാട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാം. അതിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും. മീഡിയ വളച്ചൊടിക്കരുത് എന്ന് ദിലീപ് അന്ന് പറയേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതാണ് പലരും, ഇപ്പം ഞാനടക്കം ഉള്ളൊരു ചോദ്യം മനസ്സിലുണ്ടായിട്ടുള്ളത്. കാരണം അന്ന് എവിടെയും മീഡിയയുടെ ഭാഗത്തുനിന്നൊരു വളച്ചൊടിക്കൽ വന്നിട്ടില്ല. ദിലീപിൻ്റെ പേരെവിടെയും വന്നിട്ടില്ല. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ളൊരു റിപ്പോർട്ടിംഗ് ആണ് മീഡിയ അതുവരെ ചെയ്തിട്ടുള്ളത്. ഊഹാപോഹങ്ങളോ കോൺസ്പിറസീസോ ഒന്നും എവിടെയും കൊടുത്തിട്ടില്ല. സംശയങ്ങൾ എവിടെയും ഉന്നയിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും ഇല്ലാത്ത സമയത്ത് റൈറ്റ് ആഫ്റ്റർ മഞ്ജൂസ് ദിസ് എന്താ പറയുക, ഇങ്ങനൊരു ക്രിമിനൽ ഗൂഢാലോചന ഇതിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ആഫ്റ്റർ ദിസ് വന്നിട്ട് മീഡിയ ഇത് വളച്ചൊടിക്കരുത് എന്ന് പറയുമ്പോൾ അന്ന് ദിലീപ് എന്ത് പേടിച്ചു എന്നുള്ളൊരു ചോദ്യം മനസ്സിനകത്ത് എപ്പോഴും എൻ്റെത് കിടന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ അതിപ്പോഴും കിടക്കുന്നുണ്ട്, മാറാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. ദിസ് ഈസ് ദ സ്റ്റാർട്ടിങ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ നെറേറ്റീവ്, അതായത് മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വേർപിരിയാനുണ്ടായ കാരണക്കാരിയായ വ്യക്തിയോട് ദിലീപിന് തോന്നിയ വൈരാഗ്യം, ദേഷ്യം, അത് ഈ രീതിയിലാണ് ഗൂഢാലോചന ചെയ്തത് എന്നുള്ള രീതിക്കുള്ള ആ നെറേറ്റീവ്. ഓക്കെ ഫൈൻ. ഇനി ഈ ദിലീപ് പുറത്ത് വന്നിട്ട് മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചനയെക്കുറിച്ച് പറഞ്ഞ അന്ന് മുതൽ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയെന്നാണല്ലോ പറഞ്ഞത്. അതിൽ തന്നെ
ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ, ഇതിലെ 1 മുതൽ 6 പ്രതികളുണ്ട്. അതിൽ രണ്ടാമത്തെ പ്രതിയെ മാർട്ടിൻ ആൻ്റണി. ഓക്കെ, മാർട്ടിൻ ആൻ്റണി സുപ്രീം കോടതിയിൽ നിന്ന് ബെയിലെടുത്ത് ഈ കേസിൽ പുറത്തിറങ്ങിയ ടൈമിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, ഗൂഢാലോചന ആർക്കെതിരെ, അതായത് ഈ കേസിലെ രണ്ടാം പ്രതിയായ വ്യക്തിയാണ്. ഓക്കെ, ആ വ്യക്തി മേ ബി ഇതേ മൊഴിയായിരിക്കണം കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ തോട്ട്. ഓക്കെ, ഈ വ്യക്തി രണ്ടാം പ്രതിയായ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്ക്. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നടീനെ തട്ടിക്കൊണ്ടയെ കുറിച്ച് രണ്ടാം പ്രതിയായിട്ട് റിമാൻഡ് ചെയ്താർന്ന 5 കൊല്ലത്തോളം. അതിനുശേഷം സുപ്രീം കോടതി ബെയിലിൽ ഇറങ്ങിയത്. ഈ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ, ഞാൻ കണ്ടതും കേട്ടതും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ ലാല് പല രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. ഒരുപാട് കാര്യങ്ങൾ, സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്. ഇതിന്റെ പേരിൽ എന്റെ ജീവന് വരെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇതിലെ രഹസ്യമായിട്ട് യഥാർത്ഥ സത്യങ്ങൾ ഞാൻ രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് യഥാർത്ഥത്തിൽ ഈ കേസിൽ പുറത്ത് കാണുന്നുള്ള കാര്യങ്ങളല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയേക്കുന്ന കഥകളാണ് മൊത്തം പുറത്തു വന്നേക്കുന്നത്. യഥാർത്ഥത്തിൽ നടന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. നടീനെ ആക്രമിച്ചതെന്ന് പറയുന്ന കാര്യങ്ങൾ വെറുതെ പൾസർ സുനിയും നടലാലും മഞ്ജു വാര്യറും രമ്യ നമ്പേശനും കൂടി ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ ഒരു കള്ളക്കേസാണ് ദിലീപിനെ തകർക്കാൻ വേണ്ടി ഈ കേസ്. അതിന്റെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. ക്രിയേഷന്റെ ബാനറിൽ ഹണീബി 2.5 2 ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സുനി ആവുന്ന നടിയുടെ ഡ്രൈവർ, അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയുന്നത്. പൾസർ സുനിയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ ദിവസം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവര് സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ ദൃക്സാക്ഷി ഞാനാണ്. ഗോപാലൻ ഫിലിം നടക്കുമ്പോ ദിലീപ് പുഴയിലേക്ക് ചാടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ ദിലീപ് പുഴയിലേക്ക് ചാടിയപ്പോ ആർട്ടുകാർ റോപ്പ് ഇട്ട് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരാരും അതിന് തയ്യാറായില്ല. ലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവര് ഇത് ഒഴിവാക്കുകയായിരുന്നു. എന്നിട്ട് മീൻ പിടിക്കാൻ പോണ വള്ളക്കാരാണ് ദിലീപിനെ അന്ന് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചെടുത്തത്. അന്ന് ദിലീപിനെ വധിക്കാൻ വേണ്ടി ഇവര് ശ്രമിച്ചായിരുന്നു. അതിന്റെ ഒരു സത്യാവസ്ഥ എനിക്കറിയാം. ഈ കാര്യങ്ങളൊക്കെ അറിയണ കാരണമാണ് എന്നെ ഇതിൽ ഇത്രയും നാളെ ജയിലിൽ നിന്ന് ഇറക്കാണ്ട് ഇവര് ജയിലിൽ തന്നെ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇത് രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ വീഡിയോ പുറത്തിട്ടത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുവനെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് വിധി വരുന്നതിന് മുമ്പ് തന്നെ, ഒരു ദിവസം മുമ്പ് തന്നെ ശ്രീജിത്ത് പെരുവനേൻ്റെ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദ സെയിം നറേറ്റീവ് ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ മാർട്ടിൻ കംപ്ലീറ്റ് ചെയ്ത ഇതേ നറേറ്റീവ് മലയാളികൾ ഇനി വരും ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്ന പേരുകൾ മഞ്ജു വാര്യർ, ലാൽ, രമ്യ നമ്പീശൻ, ഇവർ എല്ലാവരും കൂടി കൂട്ടമായി ദിലീപിനെതിരെ ചെയ്ത കോൺസ്പിറസി, ഗൂഢാലോചന, ന്യൂ നറേറ്റീവ് അല്ലേ ആവാം. ഞാൻ എൻ്റെ സംശയങ്ങളായിട്ട് പറയുന്നത്, അല്ലാതെ ഞാനിത് വന്നിട്ട് ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ എന്നൊന്നും പറയുന്നില്ല. ഓക്കെ, എപ്പോഴും ഒരു സംശയം പറഞ്ഞിട്ട് പോകാനാണല്ലോ ഞാൻ ചെയ്യാറ്. ആ സംശയം ഞാൻ പറഞ്ഞു എന്നുള്ളൂ. വേറെ വീഡിയോ ചെയ്യാം. ഈ നടിയെ ആക്രമിക്കാൻ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കാൻ ദിലീപിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പ്രധാനമായും തന്നെ പറയുന്നത് മഞ്ജു വാര്യരുമായി വിവാഹബന്ധം ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ദിലീപിന് കാവ്യയുമായി അവിഹിതമായ ബന്ധം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇക്കാര്യം മഞ്ജു വാര്യർ അറിയുന്നു. മഞ്ജു വാര്യർ അറിയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ദിലീപിൻ്റെ ഫോണിൽ യാദർച്ഛികമായി ദിലീപ് വീട്ടിൽ ഫോൺ വെച്ചിട്ട് പോയപ്പോൾ മഞ്ജു വാര്യർ ആ ഫോൺ എടുത്തു നോക്കുന്നു. ആ ഫോണിൽ ചില മെസ്സേജസ് കാണുന്നു. ആ മെസ്സേജസ് ആരുടേതാണ് എന്ന് അന്വേഷിച്ചു പോകുന്നു. അങ്ങനെയാണ് അത് കാവ്യ മാധവൻ്റേതാണ് എന്ന് മഞ്ജു വാര്യർ 2012 തിരിച്ചറിയുന്ന ഡേറ്റ് ഒക്കെ ഉണ്ട്. 2012 തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. അത് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ മഞ്ജു വാര്യർ പോവുകയും അതന്വേഷിച്ച് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട നടിയെ കാണുകയും അവർ തൃശ്ശൂരിലെ വീട്ടിൽ പോയി മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഒപ്പം തന്നെ ഗീതു മോഹൻദാസും പോയി കാണുകയും വിവരങ്ങൾ ചോദിക്കുകയും അറിഞ്ഞതിന് ശേഷമാണ് ഈ കാവ്യ ദിലീപ് ബന്ധത്തെക്കുറിച്ച് മഞ്ജു അറിയുന്നതെന്നും തുടർന്ന് ആ വൈരാഗ്യത്തിലാണ്, അതായത് ഈ നടി മഞ്ജുവിനോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു എന്ന വൈരാഗ്യത്തിലാണ് ദിലീപ് കൊട്ടേഷൻ കൊടുത്തത് എന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. അതിൽ പ്രധാനമായും ആ കാര്യത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചാണ് കോടതി പറഞ്ഞത്. അതായത് മഞ്ജു വാര്യർ ഈ ആലുവയിലെ വീട്ടിൽ വെച്ച് ഈ ദിലീപിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കാവ്യയുടെ നമ്പറുകൾ എങ്ങനെയാണ് ദിലീപ് സേവ് ചെയ്തിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ്റെ
ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത്. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ കാവ്യയുടെ നമ്പറുകൾ 4 പേരുകളിലാണ്, 4 ഫോണുകളായി സേവ് ചെയ്തിരുന്നത്. അതിലൊന്ന് രാമൻ എന്ന പേരിലായിരുന്നു, മറ്റൊന്ന് RUK അണ്ണൻ എന്ന പേരിലായിരുന്നു, മൂന്നാമത്തത് മീൻ എന്ന പേരിലായിരുന്നു, നാലാമത്തത് വ്യാസൻ എന്ന പേരിലായിരുന്നു. വ്യാസൻ ദിലീപിൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റും സെക്രട്ടറിയും നിർമ്മാതാവും ഒപ്പം തന്നെ ഒരു സംവിധായകനും ഒക്കെ തന്നെയാണ്, സുഹൃത്താണ്. ആ വ്യാസനാണ് വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് വ്യാസന്റെ പേര് സേവ് ചെയ്തതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. മാത്രവുമല്ല, ഈ ദിലീപിന്റെ ഡ്രൈവർ അപ്പുണ്ണിയെ പലതവണ ചോദ്യം ചെയ്യുന്നതാണ്. അപ്പുണ്ണിയുടെ ഫോണിലും കാവ്യയുടെ നമ്പർ സേവ് ചെയ്തിരുന്നത് 2 പേരുകളിലായിരുന്നു, 2 നമ്പറുകൾ സേവ് ചെയ്തിരുന്നത്. ഒന്ന് ദിൽക, ഹിന്ദിയിലെ പറയുന്നത് ഹൃദയം എന്നുള്ളതിന്റെ ദിൽക എന്നും, ഒപ്പം തന്നെ രണ്ടാമത്തത് കാ ദിൽ എന്നുള്ള പേരിലാണ് ഇത്തരത്തിൽ നമ്പറുകൾ സേവ് ചെയ്യുന്നതെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ താനും കാവ്യയുമായുള്ള ബന്ധം പുറത്തറിയാതിരിക്കാനാണ് ഇത്തരത്തിൽ ദിലീപ് ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഈ കോടതിയിൽ ദിലീപ് ഈ വാദങ്ങളൊക്കെ തന്നെ തള്ളിക്കളയുകയാണ്. ദിലീപ് പറഞ്ഞത് ഈ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നും തനിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ല, തനിക്കെതിരെ തെളിവില്ല, ഇതെല്ലാം പോലീസ് കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളാണ്, അത് ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് എന്നാണ് പ്രോസിക്യൂഷൻ ദിലീപിന് വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞ ഇവിടെ ഈ ദിലീപിൻ്റെയും കാവ്യമാധവൻ്റെയും റിലേഷൻഷിപ്പ് മഞ്ജു വാര്യർ കണ്ടുപിടിച്ച ആ സിനാരിയോ, അതിൽ സേവ് ചെയ്ത നമ്പർ, ദീസ് ആർ ഓൾ ഇറലവൻറ്റ് ടു ദിസ് പെർട്ടിക്കുലർ കേസ്. ഈ കേസിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മോട്ടീവ്, ഓക്കെ, മോട്ടീവ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ദേഷ്യം, മനസ്സിലായോ, ഭാര്യ ഭർത്തൃബന്ധം തകരാനുണ്ടായ ആ ഒരു വ്യക്തിയോടുണ്ടായ ദേഷ്യം വൈരാഗ്യത്തിൻ്റെ മുകളിൽ ചെയ്യിപ്പിച്ചു, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ നമ്പർ സേവ് ചെയ്തതോ, ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചതോ, ഇവരുടെ ഇതോ, ഈ സംഗതികളൊന്നുമല്ല. ഇതിനകത്തൊരു കൊട്ടേഷനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ കൊട്ടേഷൻ കൊടുക്കുന്നതിന് ദർ വിൽ ബി എ ചാർജ്, അല്ലെങ്കിൽ ആ കൊട്ടേഷൻ ഡയറക്റ്റായി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നടത്തിയ എന്തെങ്കിലും ഡീല്, വാട്സാപ്പ് ചാറ്റോ, ഇത് റീസെൻ്റ്ലി നടന്ന കാര്യമാണ്, വാട്സാപ്പ് ചാറ്റോ, വോയിസ് റെക്കോർഡോ, അങ്ങനെ എന്തെങ്കിലും, അതായത് പൾസർ സുനിയെയും ദിലീപിനെയും ഡയറക്റ്റ് ലിങ്ക് ചെയ്യിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു തെളിവ്, ഇന്നാലേ ഈ കേസ് കോടതിയിൽ ഇയാൾക്കെതിരെ നിൽക്കൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പൊട്ടിപ്പോയേ. അല്ലാതെ ദിൽക്ക സേവ് ചെയ്താലും കാതിൽ സേവ് ചെയ്താലും വാട്ട് ഈസ് എ യൂസ്? ദിലീപ് കാവ്യമാധവൻ ദിൽക്ക, കാവ്യമാധവൻ ദിലീപ് കാതിൽ, ഇതുകൊണ്ട് കേസ് തെളിയൂ? ഇല്ല, ഒരിക്കലും തെളിയാൻ പോകില്ല. ഈ കേസ് പൊട്ടിയത് എങ്ങനെയാണെന്നുള്ളത് കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനി സുപ്രീം കോടതി, ഹൈക്കോടതി, ഹൈക്കോടതി സുപ്രീം കോടതി പോയാലും തെളിയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചു കൊടുത്താൽ ഇനി അതാണ് പേഴ്സണലി ഫീൽ ആവുന്നത്. ഇടപാടുകൾ നടന്നു എന്നുള്ളത് സുപ്രധാനമായ തെളിവ് തന്നെയാണ്. കാരണം സുനിയെ അറിയില്ല എന്നായിരുന്നു ദിലീപിന്റെ മൊഴി. എന്നാൽ അതിനെ പൊളിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1.5 കോടി രൂപയ്ക്കാണ് ഈ റേറ്റ് കൊട്ടേഷൻ സുനിക്ക് ദിലീപ് നൽകിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി കേസ് വരികയാണെങ്കിൽ അത് 3.5 കോടി നൽകുമെന്നും ദിലീപ് വാഗ്ദാനം ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ ആരംഭിച്ചിരുന്നു, ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തൃശ്ശൂരിൽ വെച്ച് നടന്ന ചർച്ചയിൽ ആദ്യം 10,000 രൂപ സുനിക്ക് ദിലീപ് നൽകിയിരുന്നു. ദിലീപിന്റെ BMW കാറിൽ വെച്ചായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. തൊട്ടടുത്ത ദിവസം 1 ലക്ഷം രൂപ കൂടി സുനിക്ക് കൈമാറി. ഇതോടൊപ്പം തന്നെ 2015 ഒക്ടോബർ 31 ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ പേരിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് നൽകിയിട്ടുണ്ട്. 2 ദിവസത്തിനപ്പുറം, അതായത് 2015 നവംബർ 2 പൾസർ സുനിയുടെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം രൂപ, ആ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചതായും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കേസിൽ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായൊരു തെളിവാണ് ഇത്. ഇതോടൊപ്പം തന്നെ ദിലീപിന്റെ അടുത്ത സുഹൃത്തും കേസിലെ സാക്ഷിയുമായ നാദിർ ഷാ 30,000 രൂപ പൾസർ സുനിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ നാദിർ ഷാ സംവിധാനം ചെയ്ത കട്ടപ്പനയിൽ ഋത്വിക് റോഷൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ വെച്ചായിരുന്നു. ഈ തൊടുപുഴ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് പൾസർ സുനിക്ക് 30,000 രൂപ നാദിർ ഷാ കൈമാറിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അന്വേഷണ സംഘം ഈ ഒരു കാര്യം കൃത്യമായി തെളിയിച്ചിരുന്നെങ്കിൽ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങൾ, BMW കൊടുത്തു, ചെക്ക് കൊടുത്തു, പൈസ ട്രാൻസ്ഫർ ചെയ്തു, ഇതിൻ്റെ തെളിവുകൾ നിങ്ങൾ പ്രോപ്പറായി കൊടുത്തിരുന്നെങ്കിൽ ദിലീപ് എന്ന് പ്രതിയാണ്. ന്യൂസിൽ വെറുതെ ഇങ്ങനെ പറയും, കോടതി പറഞ്ഞിട്ട് ചുമ്മാ കാര്യമൊന്നുമില്ല, തെളിവ് കൊടുക്കണ്ടേ? കാറിൽ വിളിച്ചു വരുത്തി, CCTV ടൈമാണല്ലോ, കാറിനകത്ത് ഇവർ കയറി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടാനുള്ള ചാൻസുകൾ കൂടുതലാണല്ലോ. വേണ്ട, അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്ന് പറയുന്നു, ചെക്ക് കിട്ടിയെന്ന് പറയുന്നു.
ഡയറക്റ്റ് ഇതേപോലെയുള്ള എന്തെങ്കിലും ലിങ്ക് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ളത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് പറ്റിയിട്ടില്ല. വെറുതെ വാദത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കിട്ടി അങ്ങനെ കിട്ടി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി നിൽക്കാൻ പോകുന്നില്ല. സംഗതി പൾസർ സുനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി അയാൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. പൈസ കിട്ടാതായപ്പോഴാണ് അയാൾ വീണ്ടും പിന്നെ എന്തൊക്കെയോ ആയിട്ട് പുറത്ത് വന്നത്, മനസ്സിലായ? പക്ഷെ പൈസ കൊടുത്തതാര്, ഇയാൾ ആരെയിൽ നിന്ന് വാങ്ങി, സ്റ്റിൽ എ ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം ദിലീപ് കൊടുത്തതിനെക്കുറിച്ച് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അതിന് തെളിവില്ല, മനസ്സിലായില്ലേ? ഇനി അത് മാത്രമല്ല, ഈ പൾസർ സുനി എന്ന് പറഞ്ഞവൻ ലോക ഫ്രോഡാണ്. ഇവൻ എന്താണെങ്കിലും ചിലപ്പോൾ ഇത്രകാലം പറഞ്ഞതായിരിക്കില്ല, ട്രയലിൻ്റെ സമയത്ത് ഇപ്പോൾ മാറ്റി പറയാനുള്ള ചാൻസ് ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ മൊഴിയും കാര്യങ്ങളും അയാളുടെ മൊഴി എന്താണെന്നുള്ള വിവരം പുറത്ത് വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത കേൾക്കാം. അതിൽ നമുക്കറിയാം ഈ കേസിന്റെ തുടക്കം മുതൽ ആദ്യം ഉണ്ടായിരുന്ന മൊഴികൾ മാറ്റിയവർ പലരാണ്. അതിൽ 28ഓളം ആളുകളാണ് മൊഴി മാറ്റി പറഞ്ഞത്. പക്ഷേ അന്നുള്ള അതേ മൊഴി തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ മൊഴി ഇപ്രകാരമാണ്. അതായത് ഈ കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധത്തിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു മഞ്ജു വാര്യർ പറഞ്ഞത്. ആദ്യം ദിലീപിന്റെ ഫോണിൽ നിന്നാണ് ഈ വിവരങ്ങൾ മഞ്ജു വാര്യർ അറിയുന്നത്. കാവ്യയുമായുള്ള ബന്ധത്തിന്റെ ചില സൂചനകൾ, ചില വിവരങ്ങൾ ദിലീപിന്റെ ഫോണിൽ നിന്ന് അറിയുന്നു. പിന്നീട് അത് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് അതേക്കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെ കാവ്യമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നോട് ആദ്യം പറഞ്ഞത് ഈ അതിജീവിതയാണെന്ന് ദിലീപ് സംശയിച്ചിരുന്നു. അത് വലിയ തോതിൽ തന്നെ സംശയിക്കുകയും അത് മറ്റു പലരോടും ആ രീതി തന്റെ ജീവിതം തകർത്തത് ഈ നടിയാണ് എന്നുള്ള നിലയ്ക്ക് പറയുകയും ചെയ്തു എന്നുള്ളതായിരുന്നു മഞ്ജുവിന്റെ ഒരു മൊഴിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു അസ്വാരസ്യം അതാണ് പിന്നീട് വിവാഹമോചനത്തിൽ വരെ എത്തിയത് എന്നുള്ളത് മഞ്ജു വാര്യർ പറഞ്ഞു വെച്ചു. മഞ്ജു വാര്യർ കൊടുത്ത മൊഴി എന്ന് പറഞ്ഞ് ന്യൂസിൽ വന്ന കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഓക്കെ, ഇവരെ ബന്ധം തകർത്ത വ്യക്തിയോടുള്ള അതിഭീകരമായ ഒരു വൈരാഗ്യം വെച്ചിട്ട് അവരത് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ആ ബന്ധം താല്പര്യമില്ലാത്ത, ഓക്കെ, മഞ്ജു വാര്യരും ഈ പറഞ്ഞ ദിലീപും തമ്മിലുള്ള ബന്ധം താല്പര്യമില്ലാത്ത ഈ വ്യക്തി, ആ വ്യക്തി അന്നേ ദിവസം കല്യാണത്തിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്ലോറിൽ നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്, മനസ്സിലായോ? ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണെങ്കിൽ ഇതെങ്ങനെ ആ ദിവസം അത്ര ഹാപ്പി ആയിട്ട് പോയി നിന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു ചോദ്യമോ അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനോ ആയിട്ട് എനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ എവിടെയും ഇവിടെ ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ആ ഒരു ക്ലിപ്പിൽ അവരില്ലാത്തൊരു പോർഷനാണ് വെച്ചത്. ബട്ട് ഇങ്ങനത്തെ ഒരു കുറേ വിഷ്വൽസിനകത്ത് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പോലത്തെ ഒരു വിഷ്വൽസൊക്കെ കാണാൻ പറ്റി. ഓക്കെ, ഫൈൻ, അടുത്ത് കാണാം. അതിൽ ഈ ഒന്നാം സാക്ഷി തന്നെ, അതായത് ഈ ബലാത്സംഗത്തിനിരയായ നടി തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി, അത് ഈ കേസിലെ പ്രധാനപ്പെട്ട മാസ്റ്റർ കോൺസ്പിറേറ്റർ എന്ന് പറയുന്ന ദിലീപിനെതിരെ തന്നെയാണ്. ദിലീപിന് തന്നോട് എന്തുകൊണ്ട് വിരോധമുണ്ടായി എന്നുള്ളതിന്റെ കാരണമാണ് കോടതിയിൽ, അതായത് എന്താണ് ഈ സംഭവത്തിന്റെ മോട്ടീവ് എന്ന് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ഈ ഒന്നാം സാക്ഷിയെ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആശ്രയിച്ചിരിക്കുന്നത്. ആ ഒന്നാം സാക്ഷിയുടെ പ്രധാനപ്പെട്ട മൊഴി ഇങ്ങനെയാണ്. 2012 മുതൽ നടൻ ദിലീപിന് തന്നോട് വിരോധമുണ്ടായിരുന്നു. മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകർത്തത് താനാണെന്ന് ദിലീപ് പലരോടും പറഞ്ഞിരുന്നു. അതായത് ഈ 2012 മഞ്ജു വാര്യരും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി ഈ നടിയുടെ വീട്ടിൽ എത്തുന്നുണ്ട്. നടിയുടെ വീട്ടിലെത്തിയ ശേഷം ഈ ദിലീപിന്റെ ഫോൺ കാണിച്ചുകൊണ്ട് ഇതിൽ ചില ചാറ്റുകൾ, കാവ്യമാധവനുമായി നടത്തിയ ചില ചാറ്റുകൾ മഞ്ജു വാര്യർ കാണിക്കുന്നു. അതിനുശേഷം നടിയോട് ചോദിക്കുന്നു, ഇതേക്കുറിച്ച് നടിക്ക് എന്താണ് അറിയാവുന്നത് എന്ന് ചോദിക്കുന്നു. നടി ആദ്യം തനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഈ മഞ്ജു വാര്യർ ഈ നടിയുടെ വീട്ടിലിരുന്ന് പൊട്ടിക്കരയുന്നു. അതിനുശേഷമാണ് ഈ ആക്രമണത്തിനിരയായ നടിയുടെ പിതാവ് എന്ന്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം തന്നെ വന്ന് ഈ നടിയോട് പറയുന്നു, നിനക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കൂ എന്ന് ഈ നടിയോട് പറയുന്നു. ആ സമയത്താണ് നടി ഈ മഞ്ജു വാര്യരോട് പറയുന്നത്, തങ്ങൾ ലണ്ടൻ യാത്രയ്ക്കിടെ ഈ ദിലീപും കാവ്യയുമായുള്ള ബന്ധം സംബന്ധിച്ച് തനിക്കും റെമി ടോമിക്കും എന്തൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു, തങ്ങളുടെ റൂമിൽ വന്നത്, അത്തരം കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ നടി മഞ്ജു വാര്യരോട് പറയുന്നു. ഇതേ ചൊല്ലിയാണ് പിന്നീട് ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ കൂടുതൽ തർക്കത്തിലേക്ക് പോവുകയും അത് പിന്നീട് വിവാഹ ബന്ധം അവസാനിപ്പിക്കുന്നതിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് പ്രോസിക്യൂഷൻ വാദം. ഈ സംഭവം ഉണ്ടായി,
അതായത് 2012 ഈ മഞ്ജു വാര്യർ ഈ തൃശ്ശൂരിലെ വീട്ടിലെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പോയ ശേഷമാണ് ഈ ലണ്ടൻ യാത്രയ്ക്ക് വേണ്ടി ഈ ദിലീപും കാവ്യ മാധവൻ അടങ്ങുന്ന സംഘം പോകുന്നത്. ആ സംഘത്തിൽ ഈ നടിയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് മഞ്ജുവുമായി ഈ സംഭവത്തെക്കുറിച്ച് ദിലീപ് വന്ന് ഈ നടിയോട് ചോദിക്കുന്നത്. 2012 ലണ്ടൻ യാത്രയ്ക്കിടെ ദിലീപ് വന്നു തന്നോട് നേരിട്ട് ഇക്കാര്യം ചോദിച്ചു എന്നുള്ളതാണ് കോടതിയിൽ മൊഴിയായി നൽകിയത്. കാവ്യയുമായുള്ള ബന്ധം മഞ്ജുവിനോട് പറഞ്ഞത് എന്തിനാണ് എന്ന് ദിലീപ് തന്നോട് ചോദിച്ചു. തെളിവുമായിട്ടാണ് അതിന് നടി പറഞ്ഞ മറുപടി, തെളിവുമായിട്ടാണ് മഞ്ജു വന്നത്. അതായത് ദിലീപിന്റെ മൊബൈൽ ഫോൺ രേഖകളുമായിട്ടാണ് വന്ന മെസ്സേജുമായിട്ടാണ് വന്നത്. തെളിവുമായിട്ടാണ് മഞ്ജു വന്നതെന്ന് താൻ മറുപടി നൽകി. ആ സമയത്താണ് ദിലീപ് ഈ നടിയോട് പറയുന്നു, തനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ എങ്ങും എത്തിയിട്ടില്ല എന്ന് ഒരു ഭീഷണി സ്വരത്തിൽ പറയുന്നു. അതിനുശേഷം ഈ നടിയെ സ്വാന്തനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് ഒരു സിനിമയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നടിയെ അവിടെ വെച്ച് സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നടി പറയുന്ന കാര്യം, ഈ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചില്ല. കാരണം താനുമായി വലിയ സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ്. ഈ സംഭവത്തിന് ശേഷം ഈ സ്റ്റേജ് ഷോയുടെ റിഹേഴ്സൽ സമയത്ത് ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നില്ല. മാത്രവുമല്ല, ദിലീപുമായുള്ള പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് പിന്നീടുള്ള മാസങ്ങളിൽ പല ആളുകളും തങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞതിൽ പ്രധാനി തിരക്കഥാകൃത്തായ ബെന്നി പി നായരമ്പലമാണ്. 2014 ബെന്നി പി നായരമ്പലം വന്ന് ഈ പ്രശ്നം പറഞ്ഞു തീർക്കണമെന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്നുകൂടിയാണ് ഈ ദിലീപിന് തന്നോടുണ്ടായ വിരോധത്തിന്റെ കാരണത്തെക്കുറിച്ച് നടി കോടതിയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇരയായ അവരുടെ വിക്ടിമിൻ്റെ മൊഴിയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ അവർ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്, ഞാൻ കേട്ടത്, നിങ്ങൾ കേട്ടത്. ഇതിലൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരൊറ്റ കാര്യമാണ്. ഈ കേസ് നടക്കുന്ന സമയത്ത് ഗൂഢാലോചന എന്ന് പറഞ്ഞ കാര്യം ഭയങ്കരമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, പക്ഷേ കോൺസ്പിറസീൻ്റെ കുറേ ഡൗട്ടുകൾ ചോദിക്കാൻ പറ്റി. മീഡിയ ട്രയൽ ഒരു സൈഡിൽ കൂടി നടന്നു. പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എത്രയേ ഉള്ളൂ, ഈ നടി ആയ മഞ്ജു വാര്യർ, നടനായ ദിലീപ്, ഇവരെ ജീവിതത്തിൽ വിള്ളൽ വീഴ്ത്തിയ ആ വ്യക്തിയോട് തോന്നിയ വൈരാഗ്യത്തിൻ്റെ മുകളിൽ കൊടുത്ത ബലാത്സംഗ കൊട്ടേഷൻ. ഓക്കെ, ഇതിൻ്റെ പ്രൂഫായിട്ട് ഇവരുടെ ജീവിതത്തിൽ നടന്നതും ഇതിൽ മറ്റവർ കയറി ഇൻ്റർഫിയർ ചെയ്തതും പിന്നെ ഈ ഇൻസിഡൻ്റ് ഉണ്ടായതും പിന്നെ അവരുടെ കല്യാണം കഴിഞ്ഞതും ഇതൊന്നും അല്ലല്ലോ വേണ്ടതെന്താ? തെളിവുകൾ. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഇങ്ങനൊരു വിധി വന്നതുകൊണ്ട് ദിലീപിനെ കണ്ണടച്ച് വിശ്വസിച്ച് ദിലീപ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും കാണും. ഇതൊക്കെ പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതാണ്. മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ കൊണ്ട് നടത്താൻ പറ്റുന്ന പരിപാടികളാണെന്ന് വിശ്വസിക്കുന്നവരും കാണും. ഓക്കെ, ദിലീപ് ചെയ്തു എന്നും ചെയ്തില്ല എന്നും ഇപ്പോഴും സൊസൈറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ വിധി കൊണ്ട് പ്രത്യേകിച്ചൊരു മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അവർക്കൊന്നും. ഇങ്ങനൊരു വിധി വന്നതുകൊണ്ട് ഇത്ര കാലം ദിലീപ് കുറ്റക്കാരനാണെന്ന് വിചാരിച്ചവർ മാറ്റി വിചാരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മിനിമം ആളുകൾ അങ്ങനെ വിചാരിക്കും. അല്ല, ഇനി ദിലീപ് ഒരു കുറ്റക്കാരനല്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ അത് ആഘോഷിക്കുന്നത് അവരാഘോഷിച്ചോട്ടെ. കുറ്റക്കാരനാണെന്ന് വിചാരിക്കുന്നവർ മാറ്റി ചിന്തിക്കണം എന്നുള്ളൊരു വാശി ആരും പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നടക്കാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസിൻ്റെ മെറിറ്റ് കോടതിയിൽ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അവിടെ പ്രോസിക്യൂഷൻ കൊടുക്കുന്ന അവരുടെ എവിഡൻസുകൾ വെച്ചിട്ടാണ്. വെർബലി കുറേ എവിഡൻസ് കൊടുത്തിട്ട് കാര്യമില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെടാത്ത വേറെ എന്തെങ്കിലും കൊടുത്തിട്ടൊരു കാര്യമില്ല. ഒരു ഗൂഢാലോചന നടന്നു, ഒരു കൊട്ടേഷനാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അത് കൊടുത്ത ആളുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് അതിൽ തെളിയിക്കാൻ കഴിയണം. ഇത് കുറേ CDR റിപ്പോർട്ടും അതിൽ കുറേ മറ്റേ ടവർ ലൊക്കേഷൻ്റെ പരിപാടികളും ഒരേ ടവറിന് കീഴിൽ ഇതൊന്നും വർക്കാവൂല. കാരണം വായിക്കുന്ന ജഡ്ജിക്ക് അടക്കം കോമൺ സെൻസിനകത്ത് തോന്നും ഓക്കെ, പക്ഷെ ഇത് എവിടെ കണക്ട് ചെയ്യുന്നുള്ളതിനൊരു പിടുത്തവും കാണൂല. മനസ്സിലായോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കേസ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏക റീസൺ പ്രോസിക്യൂഷന്, പോലീസുകാർക്ക് പ്രോപ്പറായിട്ടുള്ള തെളിവുകൾ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇരുന്ന പൾസർ സുനിക്ക് എവിടുന്നോ ബോധോദയം ഉണ്ടായിട്ട് ഓടിപ്പോയി ചെയ്ത പരിപാടിയൊന്നുമല്ലല്ലോ. അപ്പോൾ എഗെയിൻ ആ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നു. ഇഫ് ഇറ്റ്സ് നോട്ട് ദിലീപ് ദെൻ ഹൂ എന്നുള്ളൊരു ചോദ്യം. ഇഫ് ഇറ്റ്സ് ദിലീപ് ഹൗ എന്നുള്ളൊരു ചോദ്യം. പിന്നെ ദിസ് ന്യൂ നറേറ്റീവ്, മഞ്ജു വാര്യർ, ലാല്, രമ്യ നമ്പീശൻ, ഇതിൻ്റെ തുടക്കമാണെന്ന് നിങ്ങൾ കണ്ടത് കോടതിയിൽ നിന്ന് ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ. ഇനി ഇത് കുറേ ഡീപ്പായിട്ട് പോകും. ലെറ്റ്സ് സീ.